പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പൂരി മസാലയാണ് ഉണ്ടാക്കുന്നത്. പൂരിയും അതിന് പറ്റിയ നല്ലൊരു ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കുന്നുണ്ട്. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. പൂരി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഏത് പാത്രത്തിലാണോ ഗോതമ്പ് പൊടി എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ഒരു പാത്രം മൈദ കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായി കുഴച്ചെടുക്കാം. ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് കുഴയ്ക്കുന്നതാണ് നല്ലത്. പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കുക. ഒരുമിച്ച് വെള്ളം ചേർത്ത് കുഴയ്ക്കരുത്, കുറേശ്ശെയായിട്ട് വെള്ളം ചേർക്കുക. വെള്ളം അധികം ചേർത്ത് പോയാൽ പൂരിയിലെ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് തന്നെ കുഴയ്ക്കുക. നമ്മൾ എത്ര നന്നായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രയും നല്ല പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ഒരു 6 മിനിറ്റ് സമയത്തോളം കുഴച്ചിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കുന്നത് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 3-4 വെളുത്തുള്ളി കഷ്ണങ്ങളും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്തിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ആണെങ്കിലും മതി, എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ 2 ചേർത്താലും മതി. പച്ചമുളക് ചേർത്തിട്ടും അല്പസമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 സവാള, ഇത് മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്, 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് നല്ല നേർമയായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വരും. അത്ര അളവിൽ ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അല്പം കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഗോൾഡൻ കളറൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതിയാവും, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതിയാവും. ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് 1 മിനിറ്റ് നേരത്തോളം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. 4 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തോല് കളഞ്ഞ് ഉടച്ചെടുത്തതാണിത്. 4 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് ഹൈ ഫ്ലെയിമിൽ 4 വിസിൽ വന്നപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിരുന്നു. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ആ കറി മൂടി നിൽക്കുന്ന ആ ഒരു പരുവത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് നേരം ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ കറിയിലെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി കറിയെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തുനിന്ന് മാറ്റാം.
കറിയിലേക്ക് വറുത്തിടുന്നതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൂരിക്കുള്ള നല്ല ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരട്ടെ. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. 1 മിനിറ്റ് നേരത്തോളം ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും. കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലുള്ള ചെറിയ ഉരുളകളാക്കാം. അതിനുശേഷം ഒരു ചെറിയ പാത്രത്തിൽ ഒരല്പം ഓയിൽ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് മാവൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്കിത് ആ പ്രഷറിൽ വെച്ചിട്ട് മെല്ലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് ശക്തിയിൽ പ്രസ് ചെയ്യണ്ട, അപ്പോൾ വളരെ തിന്നായി പോകും. പരത്തിയെടുക്കുമ്പോൾ ഒരു സൈഡിൽ കട്ടി കുറഞ്ഞും ഒരു സൈഡിൽ കട്ടി കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്നുകൂടെ ഒന്ന് തിരിച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ പൂരി പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ലോണം ചൂടാവണം, അതാണ് ഒന്നാമത്തെ കാര്യം. നല്ല ചൂടുള്ള ഓയിലിട്ടാലേ നന്നായിട്ട് പൂരി പൊങ്ങി വരുള്ളൂ. ഇത് കണ്ടില്ല, ഞാൻ ഇട്ടപ്പോഴേക്കും ഈ പൂരിയൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പം തിരിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. പൂരി ഉണ്ടാക്കുമ്പോൾ മാവ് നന്നായി കുഴയ്ക്കണം. ഓയിലിന്റെ ചൂട് നല്ലോണം ശ്രദ്ധിക്കണം. ഓയിൽ നല്ല ചൂടുണ്ടാവണം. വല്ലാതെ പുകഞ്ഞു പോവുകയാണെങ്കിൽ ഒരല്പം തീ കുറച്ചിട്ടിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പൂരി ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഒന്നും ഫ്ലോപ്പ് ആവില്ല, കറക്റ്റായിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പൂരി ഉണ്ടാക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിനകത്തേക്ക് പൂരി ഇട്ടാൽ അല്പം പോലും എണ്ണ പൂരിയിൽ ഉണ്ടാവില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ ഒട്ടും പ്രസ് ചെയ്യാതെ തന്നെ പൂരി നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ പൂരിയും കറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.